ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ നമുക്കാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ ലൈവ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറെ കമന്റുകൾ വരാറുണ്ട് എന്റെ കണ്ണിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ കുറെ തവണ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റാൻഡിങ് കൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോക്ക് അത് പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തമാശയായിട്ട് കുറെ പേര് കളിപ്പിക്കാൻ വേണ്ടി, മീൻസ് കളിയാക്കാൻ വേണ്ടി പറയുന്നവരുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ സ്റ്റാൻഡിങ് കൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട് കുറെ തവണ. പക്ഷെ വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കണ്ടന്റാണ് എന്നെ കണ്ണിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിഫോൾട്ടിനെ കുറിച്ച് നമ്മൾ തന്നെ പറയാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ ഞാൻ മനഃപൂർവ്വമായിട്ട് ഒഴിവാകുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇപ്പൊ എന്റെ കണ്ണിന്റെ പ്രശ്നം സ്ക്വന്റ് ഐ എന്ന് പറയും, അല്ലെങ്കിൽ കോങ്കണ്ണ് എന്ന് പറയും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ, എനിക്ക് ഭയങ്കര ആരോടും ഷെയർ ചെയ്തിട്ടില്ല, സത്യത്തിൽ ആരോടും ഷെയർ ചെയ്തില്ല, എന്റെ ഹസ്ബൻഡിനോട് പോലും ഷെയർ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ട്രോമ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. കുഞ്ഞിലേക്കാണെങ്കിൽ, ചെറുതിലേക്കാണെങ്കിൽ ഇങ്ങനെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ കളിയാക്കും കേട്ടോ. ഇപ്പോഴാണെങ്കിലും ചെറിയ കുഞ്ഞു പിള്ളേരെ കാണുമ്പോൾ തമാശക്ക് കളിയാക്കുന്ന, അവര് മനസ്സിൽ വെച്ചിട്ടൊന്നും കളിയാക്കുന്നില്ല, തമാശക്ക് കോങ്ങണ്ണി കോങ്ങണ്ണി എന്ന് വിളിക്കായിരുന്നല്ലോ. അങ്ങനെയൊക്കെ വിളിക്കുന്നത് പണ്ട് മുതലേ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം വലുതായി തോറും ഞാനിങ്ങനെ നോക്കുമ്പോൾ, നിങ്ങൾക്ക് വീഡിയോസ് എടുക്കുമ്പോൾ ചിലപ്പോൾ വലിയതായിട്ട് പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷെ ലൈവ് എടുക്കുമ്പം ഞാൻ ക്യാമറയിലൊക്കെ നോക്കുമ്പം എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ലൈവ് എടുക്കുന്ന സമയത്തൊന്നും നമ്മളെപ്പോഴും ഇങ്ങനെ വായിക്കുകയും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ വായിക്കാനൊക്കെ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുക. അങ്ങനെയാണ് ലൈവിൽ കയറുമ്പോഴേക്കും ആളുകൾ ചോദിക്കാറ് കേട്ടോ. അപ്പൊ എനിക്ക് പണ്ട് മുതലുള്ള പ്രശ്നമാണ്. എനിക്കറിയാം, ഞാൻ കണ്ണാടി നോക്കുമ്പോൾ, എന്നിട്ട് ഞാനിങ്ങനെ കണ്ണാടി ആരോടും പറഞ്ഞിട്ടില്ല, വീട്ടിലൊന്നും ആരോടും അറിയില്ല, വീട്ടിലൊന്നും ആർക്കും അറിഞ്ഞൂടെ, അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊന്നും ആർക്കും അറിഞ്ഞൂടെ. ഞാൻ അങ്ങനെ വിഷമങ്ങളൊന്നും പ്രകടിപ്പിക്കുന്ന ആളോ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴും അല്ല, അന്നും അല്ലായിരുന്നു. അപ്പം പിന്നെ ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ, എനിക്കിങ്ങനെ തോന്നിട്ട്, ഞാൻ എന്താ കണ്ണാടി നോക്കുമ്പോൾ എനിക്കൊന്നും പ്രശ്നമില്ലല്ലോ, പക്ഷെ എല്ലാവരും എന്തെങ്ങനെ വിളിക്കുന്നേ, എനിക്ക് വേറെ പ്രശ്നം, നീ ഫോട്ടോ എടുക്കുമ്പോൾ എന്തെങ്ങനെ തോന്നുന്നേ, കണ്ണാടി നോക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുക കുറെ സങ്കടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഹൈസ്കൂൾ ചെറിയ ക്ലാസ്സിലൊക്കെ, എനിക്ക് UP ഒക്കെ ആവുന്ന സമയത്തൊന്നും പ്രശ്നമില്ല, ആരും എന്നോട് ചോദിക്കത്തില്ല കേട്ടോ. കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരൊന്നും ചോദിക്കാറേ ഇല്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ മനസ്സിലുണ്ട്, പക്ഷെ അങ്ങനെ ബന്ധുക്കളൊക്കെ വിളിക്കുന്നതായിട്ടിട്ട് മനസ്സിലുണ്ടെങ്കിലും അല്ലാതെ കുട്ടികളൊന്നും ചോദിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഹൈസ്കൂളിലെത്തിയപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരാൾ കേട്ടോ, ഒരു കുട്ടി, എനിക്കൊന്ന് 9ലും കണ്ട് പഠിക്കുമ്പോഴൊന്നും ചോദിക്കുന്നത്. പിന്നെ ഞാൻ ഗ്ലാസ് വെക്കാൻ തുടങ്ങി. സ്പെക്സ് ഉണ്ടായിരുന്നു, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഷോർട്ട് സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്പെക്സ് വെക്കാൻ തുടങ്ങി ഹൈസ്കൂളിലൊക്കെ. അപ്പൊ സ്പെക്സ് വെക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല, സ്പെക്സ് വെക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് പെട്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ എപ്പോഴോ സ്പെക്സ് ഊരിയ സമയത്ത് എപ്പോഴോ ആരോടൊരു കുട്ടി ചോദിച്ചു കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല, ഓർമ്മയില്ല എനിക്ക്. പിന്നെ അങ്ങനെ ആരോട് ചോദിക്കുക, പിന്നെ ആരും ചോദിക്കത്തില്ല. +2-നൊക്കെ ഞാൻ ഫുള്ള് സ്പെക്സ് വെക്കായിരുന്നു. അതുകൊണ്ട് ആർക്കും, എനിക്ക് തോന്നുന്നു എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും, റെയറായിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ എന്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിയത്തുള്ളൂ കേട്ടോ. ഇപ്പം ചിലപ്പോൾ ഈ ലൈവൊക്കെ തുടങ്ങി എന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴായിരിക്കും അവർക്കും മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു, എനിക്കറിഞ്ഞൂടെ, എന്നോട് നേരിട്ട് ചോദിക്കാത്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. എന്റെ വിശ്വാസം അതായിരുന്നു ആ സമയത്തും, ഇന്ന് വരെ എന്റെ വിശ്വാസം അത്. അവർക്ക് അത് ചിലപ്പോൾ അറിയാതിട്ടായിരിക്കും, അറിയത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് +2-നൊക്കെ ഫുള്ള് സ്പെക്സ് വെക്കായിരുന്നു. പിന്നെ ഒരു ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ഈ സ്പെക്സ് അങ്ങ് ഒഴിവാക്കിയിട്ട് ചില ദിവസങ്ങളൊന്നും വെക്കാതായി. അപ്പൊ ഒരു ഡിഗ്രിക്കൊന്നും ആരും ചോദിക്കുന്നില്ല, കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ളൊന്നും ആരും ചോദിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പോയി ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയി. ഡിഗ്രി സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ആണെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ പുറത്തിരിക്കും കേട്ടോ. ക്ലാസ് ആദ്യത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് വിട്ടിട്ടാണ് ഞങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ അപ്പുറത്ത് മേളിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വേറെ പിള്ളേരെല്ലാം ഇരുന്ന് കാര്യം പറയും. അങ്ങനെ ഇരിക്കുന്നപ്പോൾ ഒരു ദിവസം ഒരു കൊച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരുപാട് പുറകിലോട്ടായില്ലല്ലോ. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, എന്താ നിന്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേന് ഞാൻ ഫുള്ള് ഫെഡപ്പായി. ഉണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ കയറി കേട്ടോ. എനിക്ക് മെയിനായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ മുഖത്തോട് അങ്ങനെ പെട്ടെന്ന് എല്ലാവരെയും നോക്കി ഇങ്ങനെ സംസാരിക്കുന്നത് ഒരുപാട് നേരം
മിനിമം പോയത് ജസ്റ്റ് ഇങ്ങനെ നോക്കി സംസാരിക്കുന്നതല്ലാതെ ഒരുപാട് നേരം ഇങ്ങനെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ സംസാരിക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞില്ല, കുട്ടിക്കാലത്തുണ്ടാ ഭയങ്കര അങ്ങനെ ഇപ്പൊ വിളിക്കുന്ന കേട്ടിട്ടും ഇങ്ങനെ കളി അങ്ങനെയൊക്കെ ഭയങ്കര എന്തോ ആണെന്നറിയത്തില്ല, അങ്ങനെ മനസ്സിലിങ്ങനെ അയ്യോ ആരും ചോദിക്കല്ലേ എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഒരാൾ ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചു കേട്ടോ. അപ്പൊ ഞാൻ അന്നത്തെ ദിവസം ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ ഫുള്ള് കുനിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആർക്കും മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന്. ആ കൊച്ചു ചോദിച്ചു, അതങ്ങ് പോയി, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനാണെങ്കിൽ എനിക്കിങ്ങനെ മുഖത്ത് നോക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് എല്ലാവരുടെയും. അപ്പം ആരും എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കാത്തതുകൊണ്ട് അതുവരെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിലും ആ കൊച്ചു എന്നോട് ഡയറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മുഖത്തോട്ട് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ കുറെ ഞാനിങ്ങനെ കുരിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ആ ക്ലാസ്സിൽ നിന്ന് വീടുന്നതിന് വരെ ഞാനിങ്ങനെ ആരുടെ മുഖത്ത് നോക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് എന്താ കുറെ ഡ്രാമയൊക്കെ കാണിച്ചു. ഞങ്ങൾ 4 ഫ്രണ്ട്സാണ് കേട്ടോ. ഞങ്ങൾ 4 പേരാണ് ഇരിക്കുന്നത്. അപ്പം അവരും കേട്ടില്ല എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, അതുകൊണ്ട് അവർക്കും അറിയത്തില്ല കേട്ടോ. അങ്ങനെ അങ്ങ് പോയി. അങ്ങനെയായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക, പറയുക, എടുക്കുകയൊന്നും ചെയ്യൂല. പിന്നെ വരുന്നത് ഈ ലൈവിൽ കയറി കഴിഞ്ഞിട്ടാണ് ആളുകൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയത്. അപ്പൊ എനിക്കാണെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങളെല്ലാം അല്ലാതെ കുറെ കാര്യങ്ങൾ നമ്മുടെ പുറമേയുള്ള നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള കാര്യങ്ങൾ വിട്ടിട്ടല്ലേ ബാക്കിയുള്ള നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെവർ മൈൻഡ് ആക്കാതായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഡ്രോമ എന്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അതുണ്ടെങ്കിൽ ഞാൻ പക്ഷെ ആരോടും കാണിക്കൂല കേട്ടോ പുറത്തോട്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ചില സമയങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും തമാശയായിട്ട് എടുക്കുന്ന കുറച്ച് സമയങ്ങളുണ്ടാവും. കാരണം ഈ കാര്യങ്ങൾ എന്റെ കണ്ണിനെ കുറിച്ച് കളിയാക്കുന്നവർ കുറെ പേരുണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ തിരിച്ചും കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ മെന്റലി ഒന്ന് എന്തേലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന സമയത്ത് ചുറ്റുള്ളവർ വന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ കളിയാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് നെഗായിരിക്കുമല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം പർപ്പസ്ഫുള്ളി വന്ന് പറഞ്ഞൊന്നുമല്ല, അദ്ദേഹം വെറുതെ തമാശയ്ക്ക് വന്ന് പറഞ്ഞതാണ്. പക്ഷെ ആള് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് പറഞ്ഞത്. ഞാനപ്പം ചോദിച്ചു കേട്ടോ. അപ്പൊ ആൾ എന്നോട് ലാസ്റ്റ് ഞാനിങ്ങനെ തിരിച്ചു വരുമ്പോൾ മറുപടി പറഞ്ഞപ്പോൾ ആളിനോട് പറഞ്ഞു, ഞാൻ വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് എടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മരണ വീട്ടിൽ പോയിട്ട് തമാശ പറയുന്നത് ശരിയല്ലല്ലോ എന്റെ ചേട്ടാന്നിങ്ങനെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു കേട്ടോ. അത് പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് വന്ന മറുപടിയാണ്. കാരണം ഞാൻ എപ്പോഴും അങ്ങനെയൊന്നും പറയാറില്ല. ചില പിള്ളേരൊക്കെ വന്നിട്ടാണെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഇതെന്താ അങ്ങനെ ബാഡായിട്ട് ചോദിക്കാറുണ്ട് കണ്ണിനെ കുറിച്ച്. അപ്പം ഞാൻ എപ്പോൾ എടുക്കാം, നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ, ദൈവത്തിനോട് നന്ദി പറയൂ എന്നാണ് ഞാൻ പറയാം കേട്ടോ. എപ്പോഴങ്ങനെയാണ് പറയാം, നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ദൈവത്തിനോട് നന്ദി പറയൂ. വേണമെങ്കിൽ ഈ നിമിഷം അല്ല അടുത്ത നിമിഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാറാം. ഇപ്പൊ അങ്ങനെ മാറാം, അതിന് ഒരു നിമിഷം മതി എല്ലാം ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് കളിയായിട്ട് പറഞ്ഞു വിടാറേ ഉള്ളൂ. ഇപ്രാവശ്യം പക്ഷെ എനിക്ക് നല്ലപോലെ ഫീലായി. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കാര്യം ആയതുകൊണ്ട് ഇങ്ങനെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു സംഭവം അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു സംഭവം ആയതുകൊണ്ട് ആർക്കും അറിയില്ല എനിക്ക് ഇത്ര വിഷമാവുന്നുണ്ടോന്നും. ലൈവിലിരിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല, വീട്ടുകാർക്ക് മനസ്സിലാവത്തില്ല, എൻ്റെ ഹസ്ബൻഡിന് പോലും മനസ്സിലാവൂല കേട്ടോ. ചിലപ്പോൾ ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്കിങ്ങനെ നമ്മുടെ ഡിസ്കഷൻ ഇടയിൽ വരാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു കാര്യമാണ് ഇത്. അപ്പൊ ഞാനാണെങ്കിൽ ഒരു ചെറിയതായിട്ട് പോലും എന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നില്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഹേർട്ടാവും. അപ്പം ഞാനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഹേർട്ടായി ആരോടും കാണിക്കാൻ നിൽക്കൂല കേട്ടോ. പുറത്ത് വന്നിട്ടും പ്രത്യേകിച്ച് ഈ കണ്ണിനെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ഡിഫോൾട്ടിനെ കുറിച്ചാകുമ്പം നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടൂലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരോടും വന്ന് ഷെയർ ചെയ്യൂല, ആരോടൊന്നും അങ്ങ് ഏട്ടനോട് പോലും ഷെയർ ചെയ്യൂല. കാരണം എനിക്കെന്നാ അങ്ങനെ ഒരു പ്രശ്നം, എനിക്ക് അങ്ങനെ ഒരു ഡ്രോമയുണ്ട് എന്നൊക്കെ എനിക്കത് അങ്ങനെ അറിയിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും ഷെയർ ചെയ്യൂല. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം
നമ്മളെല്ലാവരും ചിലവരൊക്കെ വിചാരിക്കും, ഓ ഞാൻ എല്ലാ സൗഭാഗ്യത്തോടു കൂടി എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും മനുഷ്യരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരാളെ കാണുമ്പോൾ അയ്യേ പെൺ അല്ലെങ്കിൽ അയ്യേ ആ ചെറുക്കന് അങ്ങനൊന്നും ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളിൽ അവസാനിക്കുന്നതല്ല നമ്മൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മക്കളുണ്ടാവും, പിന്നെ അവരുടെ മക്കളുണ്ടാവും. ഇതൊക്കെ നമ്മൾ കൺമുന്നിൽ കാണേണ്ട വരത്തില്ലേ നാളെ. പിന്നെ എന്റെ മോനെ ജനിച്ച സമയത്താണെങ്കിൽ ഇങ്ങനെ അമ്മ പറയരുതിട്ടാ കണ്ണിന് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ജനിച്ച സമയത്ത് ഇപ്പം എല്ലാരും കൂടെ നിന്നവരെല്ലാം ഭാഗ്യക്കാണ്. ഇപ്പോഴും ലൈവ് വന്നിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഭാഗ്യക്കാരാണ്. അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കുന്ന റിപ്ലൈ എന്ന് പറഞ്ഞാൽ, പണ്ടുള്ള മനുഷ്യത്ത് അന്ന് നമ്മൾ ജനിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, വീടുകളിലെ സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ട്, അതുപോലെ ഇങ്ങനെ ചികിത്സ ഇല്ലാതൊരു വിചാരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം അന്ന് നമുക്കൊന്ന് വിഷമം ഉണ്ടാവുന്ന കുട്ടിക്ക് വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാവോ നീ ഭാഗ്യം കൊണ്ട് ജനിച്ചവളാന്ന് പറച്ചിലുണ്ടാവുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഭാഗ്യക്കാരനാന്നൊക്കെ പറഞ്ഞ. അല്ലാതെ ഇതിനെ കൊണ്ട് ഒരു റോമയല്ലാതെ ഭാഗ്യമൊന്നും ജന്മത്തുണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഉണ്ടെന്ന് ഡൗട്ട് പറഞ്ഞപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ എന്തായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിനെ ഹോസ്പിറ്റലിൽ കാണിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ട്രൈ ചെയ്യാം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. അതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ട്രൈ ചെയ്ത് നോക്കാം, മാറ്റാൻ പറ്റും, ട്രൈ ചെയ്യും. മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് നമുക്ക് അതിനെ കുറിച്ചൊന്നും ചെയ്യാൻ പറ്റൂല, പോട്ടെ. പക്ഷെ മാറ്റാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർക്ക്. കാരണം അവരുടെ മനസ്സിൽ വരുന്ന ഒരു മെന്റൽ ട്രോമ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നത് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കണം. കുറച്ച് മെന്റൽ ട്രോമ ഉണ്ടാവുന്ന പറഞ്ഞാൽ ആ ഒരു ചെറിയ പ്രായത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും നമ്മൾ അവർ വളരുന്നതിനനുസരിച്ച് ആ ഒരു മെന്റൽ ട്രോമ മനസ്സിലിങ്ങനെ കടന്നു കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ നോക്കാനുള്ള കോൺഫിഡൻസ് കുറവ്. എനിക്ക് സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ലൈവിനകത്ത് ഒരു ഷോർട്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഭയങ്കര കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. കാരണം മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാതിരിക്കുക. നമുക്ക് എത്രയോ ആയാലും ഞാൻ സംസാരിക്കും പോലെ സംസാരിക്കും, പക്ഷെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഈ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് പിന്നെ നമുക്കിങ്ങനെ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ലൈഫിനകത്ത് ആൾക്കാർ പറഞ്ഞു പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് സമയത്താണ് പെട്ടെന്ന് ഹൈക്ക് ചെയ്യും. അങ്ങനെ ഒരു ഹൈക്കാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വന്നത്. അപ്പൊ എല്ലാവരുടെയും സിറ്റുവേഷൻ, എല്ലാവരുടെയും അവസ്ഥ എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പം ചില അവസ്ഥ നമുക്കത് ഭയങ്കരമായിട്ടും ഹേർട്ട് ചെയ്യും. അങ്ങനെ ഒരു ഹേർട്ട് ചെയ്താണ് കഴിഞ്ഞ ദിവസം. അപ്പൊ ഞാൻ ഇതുപോലെ പറയുന്നത്, നമ്മളെ പോലെ ഇങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവര് ഒന്നെങ്കിൽ അവര് മാറ്റാൻ ശ്രമിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ കുറച്ചുകൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കാം. അതിങ്ങനെ കളിയാക്കണം വിടാതെ പ്രത്യേക അവർക്ക് ചിലപ്പോൾ ആ ഒരു ഡിഫോൾട്ട് ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്ത് അവർക്ക് ഇഷ്ടംപോലെ പോസിറ്റീവ് സൈഡുകൾ ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് മുന്നോട്ട് പോവുക. അതാണ് കേട്ടോ എനിക്കിപ്പോ ഈ അവസരത്തിൽ പറയാനുള്ളത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ കുറെ ആയിട്ട് വീഡിയോ എടുക്കണമെന്നോണ്ടിരുന്നതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത മാറ്റമായതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ വീണ്ടും നമുക്ക് ഇങ്ങനെ ഹേർട്ട് ആയിക്കൊണ്ടിരുന്നാൽ നമ്മള് പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. ആർക്കും ഇതൊരു തമാശയായിട്ട് എടുക്കാൻ പാടില്ല. കാരണം നാളെ നമ്മുടെ ലൈഫിൽ നമ്മുടെ സിറ്റുവേഷൻ എന്താണ് വരും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരും കൊടുക്കേണ്ട പരിഗണന കൊടുത്ത്, അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു മൂല്യമൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് വാല്യൂ കൊടുത്തിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവർക്കിതില്ല, അവരിങ്ങനെയാണ് ഇരിക്കുന്നത്, അവർ കറുത്താണ് ഇരിക്കുന്നത്, അവർ വെളുത്താണ് ഇരിക്കുന്നത്, ഒരു പൂമ്പാറ്റൻ പോലാണ് ഇരിക്കുന്നത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷത്തോടിരിക്കുക, സമാധാനത്തോടിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു ആരോഗ്യത്തോടിരിക്കുക, അതൊക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയത് പറയണമെന്ന് തോന്നി. പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചങ്ങ് ആശ്വാസമാവൂലേ, അത്രയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.